ഈ വീക്ഷണം, ഈ അഭിപ്രായ വ്യത്യാസം പിൽക്കാലത്തെ ഫുഖഹാക്കൾക്കുണ്ട്. പക്ഷെ അവർക്ക് അസാസുണ്ട്, അടിസ്ഥാനമുണ്ട്. നിന്ന് മൂത്രിക്കാൻ കഴിയോ? സഹാബികൾക്ക് തർക്കമുണ്ട്. റളിയല്ലാഹു അൻഹും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് നിന്ന് മൂത്രിക്കാന്ന, ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മദ്ഹബ് ഒരു കാരണവശാലും നിന്ന് മൂത്രിക്കരുതെന്ന്. അള്ളാഹു റസൂൽ നിന്ന് മൂത്രിച്ചു ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ പെരടിയാൻ വിട്ടു എന്നാ പറഞ്ഞു. ആര്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയും, ഞാൻ കണ്ടതാണ്, മിണ്ടണ്ട, നിങ്ങൾ കുടുങ്ങിയാ ചെയ്തോളൂ. പള്ളിന്റെ അവിടെ ചെറിയ ചട്ടി വെക്കാൻ തെളിവല്ല കേട്ടോ, അങ്ങനെ മനസ്സിലാക്കണ്ട. എന്നാലും ഷാഫി ഇമാം എന്താ ഇപ്പൊ അറിയണത്? മനുഷ്യന്മാരൊന്ന് പഠിച്ചു, അത് പഠിക്കണ്ടേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ? എന്തിനാ തർക്കമുള്ളത്? അഭിപ്രായങ്ങളും തർക്കമില്ലാത്ത വിഷയമുണ്ടോ? അത് റസൂലുള്ള ജീവിക്കുന്ന കാലഘട്ടത്തിൽ പോലുമുണ്ട്. ഒരു സ്വഹാബി ഒരിക്കൽ തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടാണ് സത്യം ചെയ്തു, ലാ അമുസ്സുക ഹത്താ യഖ്ലിയ ഹീനാ, ഒരു ഹീന് കഴിഞ്ഞവരെ ഇനി എന്നെ തൊടാൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ഹീന് എന്ന് പറഞ്ഞാൽ ഘട്ടം, സന്ദർഭം എന്നൊക്കെ അർത്ഥം. ഒരു ഹീന് കഴിഞ്ഞവരെ എന്നെ തൊടാൻ വരില്ല. ദേഷ്യം കൂടി. കുറെ ദിവസം കഴിഞ്ഞു, ദേഷ്യമൊക്കെ തെർമോമീറ്ററൊക്കെ താഴേക്ക് വന്നു, ഒക്കെ ക്ലിയറായി. അപ്പൊ ഇയാൾക്ക് ഭാര്യയെ സമീപിക്കണം. പക്ഷെ സത്യം ചെയ്തിട്ടുണ്ട്, ഒരു ഹീന് കഴിഞ്ഞ. ഹീന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഘട്ടം, സന്ദർഭം. ഒരു ഘട്ടം എപ്പോഴാ കഴിയാ? എപ്പോഴാ കഴിയാ? ഒരു ദിവസമാണെങ്കിൽ 24 മണിക്കൂർ, ഒരാഴ്ച 7 ദിവസം, ഒരു മാസം 29, 30, ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ 12 മാസം. ഒരു ഘട്ടം എപ്പോഴാ കഴിയാ? ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ പറഞ്ഞു പോയതാണ്. സിദ്ദീഖുൽ അക്ബർ റസൂലുള്ളാഹിനോട് ഈ കാര്യമൊക്കെ പോയി പറയൽ വിഷമല്ലേ എന്ന് കരുതി നേരെ സിദ്ദീഖുൽ അക്ബറിന്റെ അരികിൽ ചെന്നു, ബഹുമാനപ്പെട്ടവരെ, ഞാൻ അങ്ങനെ സത്യം ചെയ്തു പോയിട്ടുണ്ട്, ഹീന് കഴിഞ്ഞ എപ്പോഴെന്നൊരു തർക്കം വന്നു, ഇനിയിപ്പോ ഹീനിന് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഞാൻ ആലോചിച്ച് നോക്കട്ടെ. എന്നോട് പറഞ്ഞു, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, ഹീന് കഴിയുന്നവരെ നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഹീന് കൊണ്ട് ഉദ്ദേശം മരണമാണ്. അവ മരിക്കണവരെ ഈ പെണ്ണിനെ പറ്റില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ. ഞാൻ പറയല്ല, തമാശയല്ല. ശറഹ് അർബഈൻ നവവി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ പറയല്ല. വളരെ വിഷമം. വേറെ ഭാര്യയുടെ അടുത്ത് കല്യാണം കഴിക്കാൻ ഇയാൾക്ക് മനസ്സില്ല, ഇതേതായാലും പറ്റൂല. പക്ഷെ വേഗം പിന്നെ പോന്നില്ല. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ഇതേ സങ്കടം പറഞ്ഞു. സിദ്ദീഖുൽ അക്ബറിനോട് ചോദിച്ചപ്പോ സിദ്ദീഖുൽ അക്ബർ ഈ പെണ്ണിനെ മരിക്കുന്നവരെ ഉപയോഗിക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അങ്ങനെ ചിന്തിച്ചു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യന് ഹീന് കഴിയുന്നില്ലേ? നേരത്തെ ഒന്നും പറയപ്പെടാത്തൊരു വസ്തുവായിരുന്നില്ല, ഇനിയും ചിന്തിച്ചൂടെ? അവിടെ ഹീനോട് ഉദ്ദേശം വാർദ്ധക്യം തുടങ്ങലാണ്. വാർദ്ധക്യം തുടങ്ങിയിട്ടും ചിന്തിക്കാത്ത ആളെ പറ്റിയാണ് അവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. വാർദ്ധക്യം തുടങ്ങുന്നത് മിൻ അർബഈന, 40 വയസ്സ് മുതലാണ്. അതുകൊണ്ട് 40 കൊല്ലം ഈ പെണ്ണിന് തൊടാൻ പറ്റില്ല എന്നാണ് അഭിപ്രായം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ഉമർ ഇബ്നുൽ ഖത്താബ്. 40 കൊല്ലം പോയിട്ട് 40 ദിവസത്തിന് ഇയാൾക്ക് ക്ഷമല്ല. ഇയാൾ വേഗം നേരെ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു ശപഥം ചെയ്തു പോയി, സിദ്ദീഖിന്റെ ഉമറിന്റെ അഭിപ്രായം എങ്ങനെയാ റളിയല്ലാഹു അൻഹുമാ? നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു തരും. റസൂലുള്ളാഹിനോട് ചോദിക്കാൻ മടിയായിട്ടാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, തൂതി ഉകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ. ഈത്തപ്പനെ പറ്റി എല്ലാ ഹീനിലും അത് കായ കൊടുക്കണം എന്നൊരായത്തുണ്ട്. ഈത്തപ്പനെ കായ്ക്കുന്നത് കൊല്ലത്തിൽ ഒരിക്കലാണ്. അതുകൊണ്ട് ഹീനിന്റെ അർത്ഥം അവിടെ കുല്ല ഹീനിൻ എന്ന് പറഞ്ഞത്. ആ ഹീനിന്റെ അർത്ഥം ഒരു കൊല്ലാണ് എന്ന് പറഞ്ഞു. ഇതോടുകൂടെ കുടുങ്ങിയല്ലോ, നടന്ന് ചോദിക്കാൻ തീരുമാനിച്ചു. അടുത്തത് പിന്നെ കാണുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അലി ഇബ്നു അബീ ത്വാലിബിനോട് സംഗതി ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത്രയൊന്നും പൊട്ടത്തരത്തിന്റെ ആവശ്യമില്ല. ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ എന്ന് ഖുർആനിലുണ്ട്. പ്രദോഷത്തിന്റെ ഹീനിലും പ്രഭാതത്തിന്റെ ഹീനിലും. ഹീനി എന്നാൽ പകുതി ദിവസമാണ്, ഒരു രാവോ ഒരു പകലോ ആണ്. അതൊക്കെ എന്നോ കഴിഞ്ഞിട്ടുണ്ട്. വീട്ടു കോടിക്കോന്ന് പറഞ്ഞു. ഇതോടുകൂടെ ഈ സഹാബിക്കാകെ വിഷമായി. ഇനിയിപ്പം ലജ്ജ നോക്കിയിട്ട് കാര്യമല്ല. ഇലാ ഹളറത്തിൽ മുസ്തഫ നബിയോട് വളരെ ചിന്തിക്കണം. ഷാഫി ഇമാം എതിരായില്ലേ? എന്താ പറഞ്ഞതിന്റെ അർത്ഥം? മനുഷ്യൻ പഠിക്കണ്ടേ? മനുഷ്യന്മാർ
ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിൽ ചെന്നു ഹബീബിനോട് ചോദിച്ചപ്പോ ഹബീബ് ചിരിച്ചു. ഹബീബ് പറഞ്ഞു, കുല്ലുഹും അസ്വാബു, അവരൊക്കെ യോഗ്യതയുള്ളവരാണ്, എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ഏതും നീ നിന്റെ ഈ ഐസർ അനുസരിച്ച് തെരഞ്ഞെടുത്തോ, നീ എളുപ്പം നിനക്ക് കഴിയുന്നത് തെരഞ്ഞെടുത്തോ എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. എല്ലാവരും കുല്ലുഹും അസ്വാബു, എല്ലാരും പറഞ്ഞത് ശരിയാണെന്ന് ഹബീബായ നബി. അത് അടിസ്ഥാനപരമായ അഭിപ്രായക്കേടല്ല, ശാഖാപരമായ ഭിന്നതയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വൃക്ഷത്തിന്റെ ശാഖകളുടെയും ഉപശാഖകളുടെയുമാണ്. അപ്പൊ മദ്ഹബിന്റെ ഭിന്നത സത്യത്തിൽ ഭിന്നത അല്ല. അടിസ്ഥാനത്തെ തൊടുന്ന ഒരു തർക്കം മദ്ഹബിന്റെ ഇടയിൽ ഉണ്ടായിട്ടേ ഇല്ല. തൗഹീദിന്റെ കാര്യത്തിൽ മദ്ഹബിൽ തർക്കമില്ല, ശിർക്കിന്റെ കാര്യത്തിൽ തർക്കമില്ല, ഇത്തരം കാര്യത്തിലും തർക്കമില്ല. നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വിശ്വാസികളെ ചിന്തിക്കണം. ആ വിശ്വാസത്തെയും ആ കർമ്മത്തെയും സ്വീകരിക്കണം. മുൻഗാമികളെ കൂടെ നിൽക്കണം. നമ്മളെ പ്രവർത്തനത്തിന് നമ്മുടെ ന്യായമല്ല തെളിവ് കാണിക്കാനേണ്ടത്. റമളാൻ മാസമാണല്ലോ, തറാവീഹ് നിസ്കരിക്കണ്ടേ? തറാവീഹ് നിസ്കരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കുക, നിഷ്പക്ഷമായി ആലോചിക്കുക. ചില ആളുകൾക്ക് അവർ മനസ്സിലാക്കുന്ന ഒരു ഹദീസാണ് പിൻബലം, ആ ഹദീസിൽ നിന്ന് അവർ ധരിക്കുന്നതാണ് പിൻബലം, മറ്റൊരു പിൻബലവുമില്ല. എന്നാൽ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസ്ഥാപിച്ചിട്ടുള്ള തറാവീഹ് 20 റക്അത്താണ് എന്ന കാര്യം ഇപ്പോൾ പകൽ എന്നതുപോലെ സത്യമാകും. യഥാർത്ഥ്യ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ കുറ്റപ്പെടുത്തല്ല, കുറ്റപ്പെടുന്ന ശൈലി എനിക്കില്ല. ഞാൻ ഒന്ന് പുനഃപരിശോധിച്ചൂടെ എന്ന് ആലോചിക്കുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണ്ടേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട മഹാനായ ഉമർ ബിൻ അമറ ലി ഉബൈ ബിൻ കഅബ് അയ ഉമ്മലിന്നാസ് ബി 20 റക്അ 20 റക്അത്ത് കൊണ്ട് ഇമാം നിസ്കരിക്കാൻ കൽപ്പിച്ചത് ഉമർ ബിൻ ഖത്താബാൻ. ആരാണ് ഈ ഉമർ എന്ന് നിങ്ങൾ ചിന്തിക്കണം. മാഫിസ് സമാഇ റളിയല്ലാഹു അൻഹു മാഫിസ് സമാഇ മലകുൻ ഇല്ലാ വഹുവ യുഖിറു ഉമർ ഖാല റസൂലുള്ളാഹി. ആകാശത്ത് ഉമറിനെ ബഹുമാനിക്കാത്ത മലക്കില്ലെന്ന് മുഹമ്മദ് നബി. അതും ചിന്തിച്ചൂടെ? എന്റെ ന്യായത്തിലേക്കാണോ ഞാൻ പോകാൻ തന്നെ? എനിക്ക് അബദ്ധം പറ്റൂടെ? നിങ്ങൾ ചിന്തിക്കണം ചെറുപ്പക്കാരെ. സംഘടനാപരമായ ചർച്ചയല്ല, ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതാണ്. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി 1000 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം കണ്ട ധീരനായ മഹാനായ ഇമാം ഗസ്സാലി ഈ സംഭവം പറഞ്ഞിട്ട് പറയുന്നുണ്ട്. 20 റക്അത്ത് തറാവീഹ് മഹാനായ ഉമർ ബിൻ ഖത്താബ് മദീനയിൽ സ്ഥാപിച്ചപ്പോ 20,000-ലേറെ സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഫലം യുൻകിറു വാഹിദും മിൻഹും, ഒരാൾ പോലും അതിന് എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. ബൽ വാഫഖൂഹു വസഅദൂഹു വഅമറു ബിദാലിക, എല്ലാവരും അത് അംഗീകരിച്ചു, അതുകൊണ്ട് കൽപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ആലോചിക്കുക. മുഅ്മിനീങ്ങളെ, അതാണ് ഇന്നും നടന്നു പോരുന്നത്. ഉബയ്യ് ഇബ്നു കഅബിന്റെ നേതൃത്വത്തിലാണ് ഇമാം നിർത്തിയത്. ആരാണ് ഉബയ്യ് ഇബ്നു കഅബ്? മിൻ കാതിബി റസൂലില്ലാഹി വമിൻ അശ്ഹരി ഫുഖഹാഇ സ്വഹാബ, സ്വഹാബത്തിലെ ഏറ്റവും ഫിഖ് അറിയുന്ന പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു എന്ന് ഇത്ഹാഫിൽ ഇമാം ഖാതിമത്തുൽ മുഹഖഖീൻ മുർത്തള സബീരി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ചിന്തിക്കണം, വളരെ ഗൗരവമായി നമ്മൾ ഇത് മനസ്സിലാക്കണം, നമ്മൾ ഇത് ആലോചിക്കണം. ചുരുക്കത്തിൽ വിശ്വാസികളെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ സംസ്ഥാപിച്ചിട്ടുള്ള 20 റക്അത്ത് തറാവീഹ് സൂര്യപ്രകാശം പോലെ ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന കാര്യമാണ്. ഇന്ന് ചില ആളുകൾ പറയുന്നത് അവരെ മാനസിക താല്പര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് എടുത്തു ധരിക്കുന്നു. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഉമർ ബിൻ ഖത്താബിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഈ വിഷയത്തിൽ ഒരു എതിരഭിപ്രായം ആയിഷ ബീവിയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഫലം യുൻകിറു വാഹിദും മിൻഹും, ഒരാൾ പോലും എതിര് പറഞ്ഞില്ല. ആരാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ. ഇദാ സലക ഉമറു ഫജ്ജൻ യസ്ലുകു ശൈത്വാനു ഫജ്ജൻ ആഖർ, ഉമർ ഒരു വഴിയിലേക്ക് പോയാൽ കേറിയാൽ പിശാച് അടുത്ത വഴിയിലേക്ക് ഓടുമെന്ന് മുഹമ്മദ് നബി. നമ്മൾ എവിടെ പോകണം തെരഞ്ഞെടുക്കണ പണിയാണ് ആർക്ക്? ഈ അരിയിൽ നിയമം പിടിക്കണം, ഞാൻ ഇതിൽ നടക്കണമെന്ന് പറഞ്ഞ പണിയാണ് ആർക്ക്? ശൈത്താന്. ഉമർ ഇബ്നു ഖത്താബ് ഏതെങ്കിലും വഴിയെ കയറിയാൽ അടുത്ത വഴി കോടി രക്ഷപ്പെടും. ആര്? ശൈത്താൻ. ആരോ പറഞ്ഞതല്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കും, ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾ ആലോചിക്കും. ലോകത്തെ മുസ്ലിം പള്ളികൾ മുഴുവനും 2ാമത്തെ ബാങ്ക് കൊടുക്കുന്നു.
ആരാണ് രണ്ടാമത്തെ ബാങ്കിന്റെ ഈ ശൈലിയുടെ അടിസ്ഥാനക്കാരൻ? ലോകം അംഗീകരിക്കുന്ന പരമാർത്ഥമാണ്. സഊദി ഔഖാഫിന്റെ ഫത്വ കാണാം. രണ്ടാമത്തെ ബാങ്ക് അടിസ്ഥാന സുന്നത്താണ്, ഒഴിവാക്കരുത്. ഇന്ന് ജീവിക്കുന്ന സഊദി ഔഖാഫിന്റെ ഫത്വ, സഊദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് ഇബ്നു ബാസ് അടക്കമുള്ള ഫത്വ എന്റെ കൈവശമുണ്ട്. ജുമാക്കുള്ള രണ്ടാമത്തെ ബാങ്ക് ആരാണ് സംസ്ഥാപിച്ചത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് ഈ ആള്. നമ്മളെ തൽക്കാലം ഞാനത് കണ്ടിട്ടില്ല, ഞാൻ കാണാത്തൊക്കെ ഇല്ലാത്തതാ. ഞാൻ പറയാം അമേരിക്ക ഇല്ല, എന്താ തെളിവ്? ഞാൻ കണ്ടിട്ടില്ല. തെളിവ് ഞാൻ പറയാം ലണ്ടൻ ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, ലക്സംബർഗ് ഇല്ല, ടിയാനൻമെൻ സ്ക്വയർ ഇല്ല, ഹൈത്തി ഇല്ല, ബ്രസീൽ ഇല്ല, അർജന്റീന ഇല്ല. എന്താ തെളിവ്? ഞാൻ കണ്ടിട്ടില്ല. തെളിവ് ഞാൻ കാണണമെങ്കിൽ ഞാൻ പരിശോധിക്കണം. ഞാൻ കണ്ടില്ല എന്നുള്ളത് എങ്ങനെ തെളിവാകും? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മളെ പല ആളുകളുടെയും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല, സാഹോദര്യത്തോടുകൂടെ പറയുകയാണ്, ഈ അനാവശ്യമായ വാക്ക് തർക്കങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് ആ ആവശ്യപരമായ ആരോഗ്യകരമായ ശൈലിയിലേക്ക് മടങ്ങിപ്പോകൽ അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഒരുത്തനൊരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ആ എതിരഭിപ്രായം കൊണ്ട് അവന് ജീവിച്ചാൽ പോലെ, എന്തിന് ഈ ഉമ്മത്തിൽ കുഴപ്പമുണ്ടാക്കണം? ഈ അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ലി, കൊലയേക്കാൾ അപകടകരമാണ് ഫിത്ന എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ഗൗരവമായി, വളരെ പരിശുദ്ധമായ ഈ അടിസ്ഥാനം നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആരാ റഅയ്തു ഫീ ബാബിൽ ജന്നതി മക്തൂബൻ ബിഇസ്മി ഉസ്മാൻ, ഉസ്മാന്റെ പേരെഴുതി വെച്ചതായ കവാടം സ്വർഗത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് നബി. ഞാൻ കണ്ടിട്ടുണ്ട് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ റസൂലുള്ളാന്റെ 2 കുട്ടികളെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ദുന്നൂറൈൻ, 2 പ്രകാശം ലഭിച്ച ആൾ എന്നാണ് അതിന്റെ പേര്. ഒരു കുട്ടി വഫാത്തായി, അപ്പൊ അടുത്ത കുട്ടിയെ റസൂലുള്ള കെട്ടിച്ചു കൊടുത്തു, അതും വഫാത്തായി. അദ്ദേഹത്തിന് കല്യാണം കഴിക്കണം, ഭാര്യ മരിച്ചു, അന്വേഷിച്ചു നടന്നു. അപ്പോൾ മുനാഫിഖീങ്ങൾ പറഞ്ഞുണ്ടാക്കി, ആരും ഉസ്മാന് പെണ്ണ് കൊടുക്കരുത്, ഉസ്മാൻ കുടുങ്ങിയിട്ടുണ്ട്, ഉസ്മാന് പെണ്ണ് കൊടുത്താൽ അവലക്ഷണമുള്ള ആളാണ് ലഅനത്തുല്ലാഹി അലൈഹിം. അവർ പറഞ്ഞുണ്ടാക്കി, കള്ളന്മാര് പറഞ്ഞുണ്ടാക്കി. ഹബീബ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞുണ്ടാക്കി, ആരും ഉസ്മാന് പെണ്ണ് കൊടുക്കരുത്, ഉസ്മാന് കിട്ടുന്ന പെണ്ണൊക്കെ മരിച്ചു പോകുക, റസൂൽ തന്നെ കുടുങ്ങിയിട്ടുണ്ട്. ഉസ്മാൻ അഫ്ഫാൻ കുടുങ്ങി റളിയല്ലാഹു അൻഹു, പെണ്ണ് കിട്ടുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പള്ളിയിലെ ആളുകൾ ഒരുമിച്ചുകൂടി. ആ പള്ളിയിൽ ഒരുമിച്ചുകൂടിയ ആളുകളോട് റസൂലുള്ള പറഞ്ഞു, മനുഷ്യന്മാരെ, ആരാണ് ഈ ഉസ്മാൻ നിങ്ങൾ വിചാരിക്കുന്നത്? ലൗ കാന ലി 40 ബനാതിൻ ലസവ്വജതുഹുന്ന ഉസ്മാന വാഹിദതൻ ബഅദ വാഹിദ. എനിക്ക് 40 പെൺകുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ 40 പെൺകുട്ടികളെയും ഞാൻ കെട്ടിച്ചു കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ. നിങ്ങൾ ചിന്തിക്കുക, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്നുള്ള ഈ തർക്കങ്ങളൊക്കെ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ, അനാവശ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉപേക്ഷിക്കാവുന്നതുമാണ്. റമളാനിൽ വരെ മുസ്ലിമീങ്ങൾ തർക്കമുണ്ടാക്കി. ആരോ എവിടെയോ പോയപ്പോൾ ഒരു പെണ്ണുങ്ങൾ ജുമാഅക്ക് നിസ്കരിച്ചത്രേ. നിങ്ങൾ ചിന്തിക്കും, ആരോ അങ്ങനെ ഇത് തല്ല് പ്രശ്നം എന്തൊക്കെ റമളാൻ മാസം. അല്ലാഹുവിന്റെ ഖുർആനിൽ സ്ത്രീ ജുമാഅക്കോ ജമാഅത്തിനോ വരണം എന്ന് പറയുന്ന ഒരായത്ത് ചൂണ്ടിക്കാണിക്കുക സാധ്യമല്ല. ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കടന്നാലും സാധ്യമല്ല, നടക്കില്ല. ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ കയറിയാലും ഇന്നാലിന്നായത്തിൽ പെണ്ണുങ്ങളോട് ജുമാഅക്കും ജമാഅത്തിനും പോകാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു ഉദ്ധരണി അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് കൊണ്ടുവരുവാൻ കേരളത്തിലെ എല്ലാവിധ വിഭാഗം ജനങ്ങളോടും വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ ഇന്നാലിന്നായത്തിൽ, അള്ളാഹു നമുക്ക് തോന്നിയത് പറഞ്ഞാൽ പോരാ, അള്ളാഹുവിന്റെ ഖുർആനിലെ ഇന്നാലിന്ന ഒരു ആയത്തിൽ പെണ്ണ് ജുമാഅക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരായത്ത് ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കടന്നാലും അത് സാധ്യമല്ല, നടക്കാത്ത കാര്യമാണ്. ഒട്ടകത്തിന്റെ തല, ഒന്നുകൂടി ഞാൻ പറയാണ്,
ഒട്ടകത്തിന്റെ തല ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖയാത്ത്, ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കടന്നാലും പെണ്ണ് ജുമാഅത്ത് ജമാഅത്തിന് പങ്കെടുക്കണം, പള്ളിയിലെ പൊതു ജമാഅത്തുകൾക്ക് പെണ്ണ് പള്ളി പങ്കെടുക്കണം എന്നുള്ള ഒരു ഉദ്ധരണി അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ, അത് പുനഃപരിശോധിക്കാവുന്നതാണ്, അത് പരിശോധിക്കാവുന്നതാണ്. സത്യത്തിന്റെ ഭാഗത്ത് നമ്മൾ നിൽക്കും. അള്ളാഹു നമുക്ക് നാഫിയായി ഇങ്ങനെ തരട്ടെ. പറയാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി യൗമിൽ ജുമുഅ ഫസഉ ഇലാ ദിക്രില്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ പെടില്ലേ? സപ്പോസ് പെടുന്നു പെണ്ണ് പെടും എന്നാലോ എന്താർത്ഥം? നസലത്തിൽ ഈജാബിൽ ജുമുഅ, ഈ ആയത്തിൽ നസലത്തിൽ ഈജാബിൽ ജുമുഅ, ജുമുഅ വാജിബാണ് എന്നതിന് ഇറങ്ങിയ ആയത്താ. അപ്പൊ എന്താ അർത്ഥം? പെണ്ണുങ്ങൾക്ക് ജുമുഅ വാജിബാണ്. ഒരായത്ത് ഒരാൾക്ക് വാജിബും മറ്റാൾക്ക് സുന്നത്തും ആവില്ല. എനിക്ക് വാജിബ്, മൊയ്മുട്ടിയാൾക്ക് സുന്നത്ത്, അങ്ങനെ ഉണ്ടാവില്ല. ആട്ടിനെ പട്ടിയാക്കിയിട്ട് കാര്യമില്ല. ആണുങ്ങളുണ്ടെങ്കിൽ കോഴിക്കോട്ട് ആണുങ്ങളുണ്ട്, വളരെ വിനയത്തോടു കൂടി പറയാ, കോഴിക്കോട് ആണുങ്ങളുണ്ടെങ്കിൽ മറുപടി പറയട്ടെ. കോഴിക്കോട്ട് ആണുങ്ങളുണ്ടെങ്കിൽ പറയട്ടെ, ആണുങ്ങളുണ്ടെങ്കിൽ പറയട്ടെ. ഈ ആയത്തിന് ആണുണ്ടെങ്കിൽ മറുപടി പറയും. ഈ ആയത്തിന് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ജനിച്ച ആൺകുട്ടി ഉണ്ടെങ്കിൽ ഇവര് മറുപടി പറയും. ഈ ആയത്തിന് ഒരാണുണ്ടെങ്കിൽ പറയും വലോ വഹ്ദി. ഈ ആയത്തിൽ പെണ്ണുങ്ങൾ പെടും എന്ന് വാദിക്കുന്നവർ ആട്ടിനെ പട്ടിയാക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ആണുങ്ങളുണ്ടെങ്കിൽ പറയും, ആണുണ്ടെങ്കിൽ വരും. വിശദീകരിക്കുന്നില്ല, ആവേശം കൂടാനില്ല, പക്ഷേ സത്യമാണിത്. നസലത്തിൽ ഈജാബിൽ ജുമുഅ വാജിബാണ് എന്നതിനാണ് ഈ ആയത്തിറങ്ങിയത്. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾക്ക് ജുമുഅ വാജിബാകേണ്ടി വരും. ഹബീബായ റസൂലുള്ള പറഞ്ഞു, അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ ഇല്ലാ അലാ അർബഅത്തിൻ ഇംറഅത്തിൻ എന്ന ഹബീബായ മുഹമ്മദ് നബി മുസ്തഫായ നബി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. മുസ്തഫായ നബി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വാജിബില്ലാത്ത കൂട്ടത്തിൽ ഹബീബ് എണ്ണിയത് ആദ്യം ഇംറഅ. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, ഒന്നും ഉണ്ടായിട്ടല്ല. എന്റെ വാക്കിന്റെ ശൈലി കടന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സത്യത്തോട് താദാത്മ്യം കൊണ്ടപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷെ ആളുകൾ ആട്ടിനെ പട്ടിയാക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകൾ, വിശുദ്ധ ഖുർആൻ പള്ളിയെ പറ്റി പറഞ്ഞിടത്തൊക്കെ ആണുങ്ങൾ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുറഫ വയുദ്കറ ഫീഹാ ഇസ്മു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാലി റിജാൽ. ഈ ആയത്തിന് ഒരു ഡസൻ തഫ്സീറെങ്കിലും ഞാൻ ഇവിടെ വായിക്കാം, സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. അവിടെയൊക്കെ കാണുന്നു ഖുസ്സു ബിദ്ദിക്രി ലിഅന്ന നിസാഅ ലൈസ ലഹുന്ന ഹുദൂറുൽ ജുമുഅത്തി വൽ ജമാഅ. ജുമുഅ ജമാഅത്തിന് പള്ളിയിൽ വരുന്ന പെണ്ണിന്റെ ശൈലി അല്ലാത്തതുകൊണ്ടാണ് പള്ളിയെ പറഞ്ഞപ്പോൾ കാണെ പറഞ്ഞത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ നീട്ടി പറയുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ പഴയ കാലത്ത് നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ആദ്യമായി ജുമുഅക്ക് പോയ പള്ളി 955 എടവണ്ണയിലെ ഒഡായി പള്ളിയിലാണെന്ന് ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ആളുകൾ പറയുന്നു. കേരളത്തിലെ ചരിത്ര ചിന്തകന്മാർ പറയുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി സ്ത്രീ ജുമുഅക്ക് പോയ പള്ളി 950 കാലഘട്ടങ്ങളിൽ എടവണ്ണക്കടുത്ത ഒഡായിലെ പള്ളിയാണ്. കേരളത്തിൽ പള്ളി ഉണ്ടാക്കിയതോ മക്കത്തെ പള്ളി, കൊപ്പിച്ച പള്ളി, മലനാട്ടിലൊരു പള്ളി, മാടായി പള്ളി. സനത 50 ഹിജ്റ 5 ഉണ്ടാക്കിയത്. ഹിജ്റ 5 എന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഹബീബായ നബിക്ക് 58 വയസ്സാണ്. സ്വഹാബികൾ പള്ളി ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല. വേലായുധൻ പണിക്കശ്ശേരി, പ്രൊഫസർ എം അച്യുതൻ, വാബ് സാഹിബ്, ഡോക്ടർ സൈദും സാഹിബ്, ഡോക്ടർ സി കെ കരീം സാഹിബ്, ഇന്ത്യ കണ്ട പ്രതിഭാടനന്മാരായ എല്ലാ ചരിത്ര ചിന്തകന്മാരും, ലോക പ്രശസ്ത സഞ്ചാരിയായ ഇബ്നു ബത്തൂതയുടെ അൽ-റിഹ്ല എവിടെ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ കേരളത്തിൽ പള്ളി ഉണ്ടാക്കിയത് അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നെ പെണ്ണ് പള്ളിക്കോൻ തുടങ്ങിയത് 955 അടുത്ത കാലഘട്ടത്തിൽ. അപ്പോഴോ എന്തതിന് മനസ്സിലാക്കുന്നത്? മുൻഗാമികൾക്കൊന്നും തിരിയില്ല, നമ്മൾ കുറച്ച് ആളുകൾക്ക് തിരിയും. അല്ലാഹുമ്മ ഇതിനൊന്നും കൂടുതൽ ബുദ്ധിന്റെ ആവശ്യമില്ല. ഹബീബായ നബി ഞാൻ അവസാനിപ്പിക്കുക. ഹബീബായ നബി പറഞ്ഞു, സയതി അലന്നാസി സമാൻ, ഇനി മനുഷ്യർക്ക് ഒരു കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. യഖറഊനൽ ഖുർആന വയതഅല്ലമൂനഹു ഫയഖൂലൂന ഖറഅനാ വഅലിംനാ മൻ ദല്ലദീ ഹുവ ഖൈറും
മിന്നാ. ഇനി ഒരു കാലം മുസ്ലിമീങ്ങൾക്ക് വരും, അവര് അന്ന് ഖുർആൻ ഓതി പഠിക്കും, പഠിച്ചതുപോലെ വരുത്തും, എന്നിട്ട് പറയും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങളെക്കാൾ യോഗ്യന്മാരാരാണ്, ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ CD ഉണ്ട്, 10,000 ഹദീത്ത് 20,000 ഹദീത്ത്, അവർക്കൊന്നും മുൻഗാമികൾക്കതില്ല, ഞങ്ങളല്ലേ യോഗ്യന്മാർ, മൻ ഹുവ ഖൈറും മിന്നാ, ഞങ്ങളെക്കാൾ യോഗ്യന്മാർ ആരാണ് എന്നവർ ചോദിക്കും. അങ്ങനത്തെ ഒരു കാലം വരാൻ പോകുന്നുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു. മുൻഗാമികളെ തള്ളിപ്പറയുന്ന പിൻഗാമികൾ ഇൽമിൽ അഭിമാനം പറയുക. അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാ നബിയെ അവര്, കിട്ടിയാ എനിക്ക് അവരെ ശരിയാക്കുന്ന ആരാണ് അവര്? അപ്പോൾ പറഞ്ഞു, ഉലൈക മിൻകും ഫഹും വഖൂലു അഹ്ലിന്നാർ, അവർ നരകത്തിന്റെ വിറക് കൊള്ളിയാണ്, അവർ നിങ്ങളുടെ അവസാനം വരുന്നവരാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കണം മുഅ്മിനീങ്ങളെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ പൂങ്കാവനമായിരുന്ന മലബാർ നശിപ്പിച്ച ഒരു രീതി അടുത്ത കാലഘട്ടത്തിൽ വളർന്നു വന്നത് വേദനാജനകമാണ്. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ഉമ്മത്ത് ഒരാൾ മരിച്ചാൽ മയ്യത്തിന്റെ അടുത്ത് ഖുർആൻ ഓതാത്ത കാലഘട്ടം 14 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകത്തുണ്ടായിട്ടില്ല. ഇന്നും നടപ്പുണ്ട്. ഷെയ്ഖ് സായിദ് മരിച്ചിട്ട്, യുഎഇയിലെ ഭരണാധികാരി ഷെയ്ഖ് സായിദ് മരിച്ചിട്ട്, വളരെ ചിന്തിക്കണം, ഇവിടെ വരുമ്പോൾ പാടില്ല എന്ന് പറഞ്ഞ ആളുകൾ വരെ അവിടെ പങ്കെടുത്തു. ഷെയ്ഖ് സായിദ് മരിച്ചിട്ട് മരിച്ചെടുത്തോരിന്ന് മാത്രമല്ല, ഖബറിന്റെ അടുത്ത് ടെന്റ് കെട്ടിയിട്ട് 40 ദിവസം ഓതി, ഓരോ ദിവസം ഓരോ ഒട്ടകത്തിനർത്തും. അറബ് ലോകത്തെ മുഴുവനും ഷെയ്ഖന്മാരാ അതിൽ പങ്കെടുത്തു. ആര് കേരളത്തിൽ അത് പാടില്ല എന്ന് പറയാൻ പങ്കെടുത്തു. ആരെന്ന് ചോദിക്കട്ടെ, അപ്പൊ മണിമണിയായി മറുപടി പറയും. ഇപ്പൊ പറയുന്നില്ല, ഇത് വ്യക്തി ഹത്യ ചെയ്യുന്ന വേദിയല്ല. അറിഞ്ഞിട്ടുണ്ട്. ഇവിടെ പാവപ്പെട്ട ഏതെങ്കിലും ഒരാളെ വാപ്പ മരിച്ചാൽ പാടില്ല. ഷെയ്ഖ് സായിദ് മരിച്ചാൽ എല്ലാരും വളരെ വിനയത്തോടുകൂടെ അവിടെ പോയി ഷെയ്ഖ് സായിദിന്റെ മഖബറക്ക് ചുറ്റും 40 ദിവസം ഖുർആൻ ഓതിയ കൂട്ടത്തിൽ കേരളത്തിൽ ഇത് പാടില്ല എന്ന് പറയുന്നവരില്ലേ? ഞാൻ ചിന്തിക്കണം ചെറുപ്പക്കാരെ, ഇത് മനസ്സിലാക്കേണ്ട ചെറുപ്പക്കാരെ. എന്തേ? അലഷാൻ ഫുലൂസ് പൈസന്റെ മദ്ഹബാണ്. ഉറുപ്പ്യ കിട്ടണം. മനുഷ്യന്മാരെ, ഇവർ ഞങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കും. ഇന്ന് ഇത് പാടില്ല എന്ന് പറയുന്നവരുടെ നേതാവ് ഷെയ്ഖ് ഇബ്നു തൈമിയ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മരിച്ചിട്ട് ഖത്തം ഓതിയതിന് കണക്കില്ല. ഇബ്നു കസീർ പറയുന്നുണ്ട്, ഇബ്നു തൈമിയ തങ്ങളുടെ ശിഷ്യനായ ഇബ്നു കസീർ തന്റെ അൽ ബിദായ എടുത്തു നോക്ക്, വഫാത്ത് ഇബ്നു തൈമിയ എന്ന അധ്യായം. وختمت له ختمات كثيرة عند الميت وعند قبره أياما كثيرة ليلا ونهارا. ഇനി ഇവിടെ വഞ്ചിക്കാൻ പറ്റില്ല. ഇനി ഈ ഉമ്മത്തിനെ വഞ്ചിക്കൽ നടക്കണ പ്രശ്നമില്ല, നടക്കൂല. ഖുർആൻ സ്റ്റഡി സെന്റർ അതിന് ശക്തമായ താക്കീതാണ് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു മക്തു, ഇനി ഇവിടെ വഞ്ചന നടക്കൂല. വഞ്ചിക്കാൻ സമ്മതിക്കൂല. ഞങ്ങളെ ചങ്കിലെ ചോര ബാക്കിയുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആനും ഹദീസും പറഞ്ഞ് ഈ സമുദായത്തിനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ ചങ്കിലെ ചോര ബാക്കിയായാൽ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കൂല. നടക്കനല്ല. നിങ്ങളിത് ചിന്തിക്കണം, തമാശയല്ല. ഇബ്നു തൈമിയ, വഫാത്ത് ഇബ്നു തൈമിയ എന്ന അധ്യായം എടുത്തു നോക്ക്. ഷെയ്ഖുൽ ഇസ്ലാം എന്ന മിമ്പറിൽ കയറി 10 വട്ടം നീ എല്ലാ ദിവസവും എന്റെ സഹോദരൻ, എന്റെ സലഫി സഹോദരൻ, ഞാൻ വിശദീകരിക്കണില്ല, വിമർശിക്കണില്ല, ഞാൻ സ്നേഹവായ്പ കൊണ്ട് പറയാ, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മിമ്പറിൽ കയറി ഷെയ്ഖ് ഇബ്നു തൈമിയ എന്ന് പറയുന്ന ഷെയ്ഖ് ഇബ്നു തൈമിയ മരിച്ചിട്ട് എന്തുണ്ടായി? ഇബ്നു കസീർ തന്റെ ശിഷ്യനായ ഇബ്നു കസീർ അൽ ബിദായയിൽ പറഞ്ഞു, വഖുതിമത് ലഹു ഖതമാതുൻ കസീറ. ഇത്രയൊന്നും ഒരു സുന്നി മരിച്ചാൽ ചെയ്യാറില്ല. ഒരുപാട് ഖത്തം തീർത്തു. ഇൻദൽ മയ്യിത്തി, മയ്യത്തിന്റെ അടുത്തുനിന്ന്, വഇൻദ ഖബരിഹി, ഖബറിന്റെ അടുത്തുനിന്ന്, അയ്യാമൻ കസീറ, ഒരുപാട് ദിവസം, ലൈലം വനഹാറ, രാവും പകലും ഒക്കെ തരുന്നു പണി. എടുത്തു നോക്ക്. വഫാത്ത് ഇബ്നു തൈമിയ എന്ന അധ്യായം. ഇല്ലെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലെ ഖാദിമാകും. അങ്ങനെ ഇബ്നു തൈമിയയുടെ വഫാത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ ഖാദിമാകും നിന്റെ വീട്ടിൽ. വളരെ വിനയത്തോടെ ഇവിടെ പറയാണ്. ബഹുമാനപ്പെട്ട മുസ്ലിം സമുദായം ചിന്തിക്കണം. ഞാൻ നീട്ടി പറയുന്നില്ല, സമയം വളരെ പരിമിതമാണ്, ഞാനത് മനസ്സിലാക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, സത്യത്തിന്റെ അനർഘതയിലേക്ക് മടങ്ങിപ്പോകും. വിശുദ്ധ ഖുർആൻ. ആ
മുൻഗാമികളുടെ ശൈലിയിലേക്ക് മടങ്ങി പോകുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇവിടെ ദുആ സദസ്സിന് കൂടിയിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കും. മഹല്ല് ജമാഅത്ത് നമ്മുടെ ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ കൂടെ നിന്നുകൊണ്ട് അതിന്റെ ഒരു വിപ്ലവം വരുന്ന വർഷങ്ങളിൽ നമുക്ക് കേരളത്തിൽ ഉണ്ടാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പണ്ഡിതന്മാരും പണ്ഡിത വിദ്യാർത്ഥികൾ, എന്നെപ്പോലത്തെ പണ്ഡിത വിദ്യാർത്ഥികൾ, പണ്ഡിതന്മാരല്ല പണ്ഡിത വിദ്യാർത്ഥികൾ, ഞാൻ ആരെയും പറയല്ല, എന്നെപ്പോലത്തോലെയും എന്റെ താഴെയുള്ളവരെയും പറയാം, മുന്നോട്ട് വരണം. എല്ലാവരും മുന്നോട്ട് വരണം. ഉമറാക്കൾ കൂടെ നിൽക്കണം. ഉറങ്ങേണ്ട കാലഘട്ടം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി നമ്മൾ ഉറങ്ങിയാൽ നമ്മുടെ മലബാർ തകർന്നു പോകും. ബാഫക്ക് തങ്ങളെ മലബാർ തകർന്നു പോകും. പൂക്കോയത്തങ്ങളൊക്കെ മലബാർ തകർന്നു പോകും. ജീവിതത്തിൽ ഒരു ഖറാഹത്ത് ചെയ്യാത്ത കണ്ണിയത്ത് ഉസ്താദിന്റെ മലബാർ തകർന്നു പോകും. തകരരുത്. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു കച്ചവടാവശ്യാർത്ഥം വന്ന് താമസിച്ചു കൊണ്ടതുകൊണ്ടാണത്രേ മുഗദാർ എന്ന് പേര് കിട്ടിയ കേരളത്തെ മുഗദാർ, കോഴിക്കോട്ടെ മുഗദാർ തകർന്നു പോകും. അത് തകരുന്നതിന് മുമ്പ് നമുക്ക് കടയും മടമയുണ്ട്. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി വജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ് മില്ലത അബീകും ഇബ്രാഹിം. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധീരമായി സമരം ചെയ്യാൻ നമ്മൾ മുന്നോട്ട് വരണം. നമ്മളൊക്കെ വരണം. ആയുസ്സുണ്ടെങ്കിൽ നമുക്ക് അനുഭവിക്കാം. അല്ലെങ്കിൽ മരിച്ചു പോകാം. എന്താ അള്ളാഹുവിന് വേണ്ടി പട നയിച്ചിട്ട് മരിച്ചു പോയാൽ എന്താ ഉള്ളത്? അത് ജീവിതത്തിലെ ഭാഗ്യല്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ്. കണ്ടില്ലേ നിങ്ങൾ, കഅബാലയത്തിന്റെ പരിസരത്തൊരു കാലിന്റെ അടയാളമില്ലേ? ആ കാലിന്റെ താഴെ നിന്നിട്ട് വത്തഖിറു മിൻ മഖാമി ഇബ്രാഹിം, ആ കാലിന്റെ താഴെ നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. എന്താ കാലിന്റെ പ്രതീകം? അള്ളാഹ്ക്ക് വേണ്ടി 10,000 കിലോമീറ്റർ നടന്നു പോയ ഇന്നും മരിക്കാത്ത ഖലീലുല്ലാഹി ഇബ്രാഹിം. മരിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചിട്ടില്ല, ആ കാലം നമുക്ക് പ്രതീകമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, ബഹുമാനപ്പെട്ട ദീനിനെ പിടിക്കേണ്ട മാതിരി പിടിക്കുക. പിടിച്ചു, ഞാൻ സുന്നിയാണെന്ന് പറഞ്ഞിട്ട് തമ്മാടിത്തരത്തിന് നടന്നാൻ പറ്റില്ല. യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ. ഈ ഉമ്മത്ത് ഇവിടെ നശിക്കാൻ പാടില്ല. കേരളത്തിൽ ഉലമാക്കളുടെയും സയ്യിദന്മാരുടെയും എല്ലാ നിലയിലുമുള്ള ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന്റെ മുന്നിലേക്ക് ചെറുപ്പക്കാരെ ആരോഗ്യകരമായി കൊണ്ടുവരാൻ ഇവിടെ 2 വിഭാഗം ആളുകൾ തയ്യാറാകണം. സിൻഫാനി മിൻ ഉമ്മതി ഇദാ സ്വലഹ സ്വലഹന്നാസു കുല്ലുഹും വഇദാ ഫസദ ഫസദന്നാസു കുല്ലുഹും അൽ ഉലമാഉ വൽ ഉമറാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇതിന്റെ നതീജ പറയുകയാണ്. സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ 2 വകുപ്പ് ആളുകളുണ്ട്. ഇദാ സ്വലഹ, ഇദാ സ്വലഹ എന്താർത്ഥം? അവര് നന്നാക്കിയാൽ എന്നല്ല. ഇദാ സ്വലഹ എന്നാ പറയുന്നത്. അവർ നന്നാക്കിയാൽ, അങ്ങനെയല്ല. ഇദാ സ്വലഹ, അവരൊന്ന് നന്നായി കിട്ടിയാൽ. ആ 2 വിഭാഗം നന്നാകാത്തോണ്ട് ആ പ്രശ്നം. അവരൊന്ന് നന്നായി കിട്ടിയാൽ, അല്ലെങ്കിൽ റസൂൽ അങ്ങനെയല്ലേ പറഞ്ഞത്? ഇദാ സ്വലഹ, അങ്ങനെയല്ല. ഇദാ സ്വലഹ, ആ 2 വിഭാഗം ഒന്ന് നന്നായി കിട്ടിയാൽ സ്വലഹന്നാസു കുല്ലുഹും, എല്ലാവരും നന്നാവും. ഇദാ ഫസദ, അവര് ആവശ്യമില്ലാതെ അഭിപ്രായക്കേടുകളെ ഊതി വീർപ്പിക്കുകയും നീർക്കുമിളപ്പുകളെ പോലെയുള്ള ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കുകയും കേവലമുള്ള തലയെണ്ണങ്ങളിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന വിഡ്ഢികളായി മാറിയാൽ ഫസദന്നാസു കുല്ലുഹും, ലോകം മുഴുവനും തകർന്നു പോകും. ഏതാണ് 2 വിഭാഗം? അൽ ഉലമാഉ വൽ ഉമറാ. ഖുർആൻ ഇവിടെ ഇന്നലെ പൊട്ടിമുളച്ചതല്ല, 1400 കൊല്ലങ്ങളായി മുസ്ലിം ഉമ്മത്ത് കൈകാര്യം ചെയ്യുന്നതാണ്. അതിൻ്റെതായ വ്യാഖ്യാനമല്ലാതെ വേറെ വേണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കണില്ല. അതുകൊണ്ട് എല്ലാവരും രംഗത്തിറങ്ങണം. മഹല്ല് ജമാഅത്ത് കമ്മിറ്റിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. മഹല്ലുകൾ ഇന്ന് മലീമസമാകുന്നു. വളരെ മലീമസമാണ് നമ്മുടെ സംസ്കാരം. വളരെ ഗൗരവമാണ്. മഹല്ല് പ്രതിനിധികൾ, മഹല്ല് നേതാക്കന്മാർക്ക് വളരെ വലിയ ഉത്തരവാദിത്തമുണ്ട്. തിന്മകളിൽ നിന്ന് രാജിയാകാൻ സമൂഹത്തെ തെര്യപ്പെടുത്തണം. അതിനാദ്യമായി മഹല്ല് നേതൃത്വം തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം. പലിശ ഇന്ന് സമൂഹത്തിൽ വ്യാപകമായിരിക്കുന്നു. പലിശയെ പറ്റി വഅദ് പറയുന്നതിൽ താല്പര്യമില്ലാത്ത പള്ളി കമ്മിറ്റിക്കാരെ എനിക്കറിയാം. പള്ളി കമ്മിറ്റിക്ക് ഒരു വലിയ താല്പര്യമില്ല. കാരണം അതൊന്നും വേണ്ട എന്നുള്ളിടത്താണ് പള്ളി കമ്മിറ്റി പോലും. കാരണം അവരതിൽ മൂടിയിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വ്യഭിചാരം ഇനി അപ്പുറം പറയണ്ട. നടു റോട്ടിൽ പെണ്ണിനെ വ്യഭിചരിക്കുന്ന കാലം വിദൂരമല്ല. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.
അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട് ബ്ലൂ ഫിലിം കാണുന്ന 10 വയസ്സായ കുട്ടികൾ 11 വയസ്സായ ബ്ലൂ ഫിലിം വാങ്ങിയിട്ട് കാണുന്ന ചെറുപ്പക്കാർ കുട്ടികൾ ഇനി അടുത്ത തലമുറയെ നശിപ്പിക്കും. ആവശ്യമില്ലാത്ത പ്രൊപ്പഗണ്ടകൾ വളർത്താതെ ആരോഗ്യകരമായ കാര്യങ്ങളിലേക്ക് പണ്ഡിത ഉമറാക്കളുടെ ശക്തികൾ തിരിച്ചുവിടൽ അത്യാവശ്യമാകുന്നു. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങി വരിക, പരിശുദ്ധ ദീനിലേക്ക് മടങ്ങി വരിക. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും സൂത്രവാക്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. സ്വന്തം മനസ്സിന്റെ പിന്നാലെ ആരെങ്കിലും പോയാൽ നരകക്കാരനായി മാറും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. റബ്ബിനെ പേടിച്ച് നിലകൊള്ളുക. തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയ ഖുബൈബിന് അലിയെ പുഞ്ചിരിച്ച് തൂക്കുമരത്തിലേറിയില്ലേ ഖുബൈബ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു. അസ്വദുൽ അനസി ലഅനത്തുല്ലാഹി അലൈഹി സ്വഹാബികളെ പിടിച്ചിട്ട് എന്നെ കൊണ്ട് വിശ്വസിച്ചിട്ട് മുഹമ്മദിനെ കൊണ്ട് കാഫിറാഗ് എന്ന് അസ്വദുൽ അനസിയുടെ പട്ടാളക്കാർ സ്വഹാബികളോട് പറഞ്ഞപ്പോ 3 സ്വഹാബികൾ വിളിച്ചു പറഞ്ഞില്ലേ, കൊന്നോ ഞങ്ങള് ലാ നകുഫുറു ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ എന്നെ കൊന്നിട്ട് തല വെട്ടിയെറിയും എന്ന് പറഞ്ഞു അസ്വദുൽ അനസി ലഅനത്തുല്ലാഹി അലൈഹി. കൊന്നു അസ്വദുൽ അനസി തല വെട്ടിക്കൊന്നു സ്വഹാബികൾ. എന്നിട്ട് അസ്വദുൽ അനസി ലഅനത്തുല്ലാഹി അലൈഹി സ്വഹാബികളെ തല വെള്ളത്തിലേക്ക് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു. കബന്ധങ്ങളറ്റ ശിരസറ്റുപോയ ഉടലും ശിരസും വേർപെട്ടു പോയ ശിരസ് വെള്ളത്തിന്റെ മുകളിൽ നിന്ന ശിരസുകൾ വിളിച്ചു പറഞ്ഞു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മുഅ്മിനീങ്ങൾ മരിച്ചാലും മരിക്കുന്നില്ല. അതിന് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിന്റെ സാക്ഷാത്കാരം ഇതിലൂടെ അല്ലാഹു തആല കൊണ്ടുവരട്ടെ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ബാസിൽ ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സമസ്ത ഉലമാ ഇതിന്റെയൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് ഖുർആന്റെ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ അനർഘമായ സത്യം ഖുർആനും ഹദീസും നോക്കി സമൂഹത്തിലെത്തിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആഥാറു സലഫിലേക്ക് മടങ്ങിപ്പോകാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം പരിമിതമായതുകൊണ്ട് വിഷയം ചുരുക്കിപ്പോയിട്ടുണ്ട്. അടുത്ത വർഷവും അല്ലാഹു തൗഫീഖ് ചെയ്താൽ ഈ വിഷയം തന്നെ നമുക്ക് വീണ്ടും പറയാം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി 5 വഖ്തിനും ദുആ ചെയ്യണം. സ്വർഗത്തിൽ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇത് ആരോഗ്യകരമായ ഒരു ഉമ്മത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എൻ്റെ ബഹുമാനപ്പെട്ട പിതാവ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരൊക്കെ ഇവിടെ ഉണ്ട്. രാവും പകലില്ലാതെ, സമയം കണക്കാക്കാതെ, രാത്രിയില്ല പകലുണ്ട് എന്ന് കണക്കാക്കാതെ എന്നെ ഓതി പഠിപ്പിച്ച് സ്വന്തം മകനെ പോലെ, മകനേക്കാൾ എന്നെ ഇഷ്ടപ്പെട്ട ലാളിച്ച എൻ്റെ ഉസ്താദാണ് ഈ 11 ദിവസത്തിൻ്റെയും പ്രഭാഷണം. ആ മനുഷ്യനാണ് നടത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടിയും ഉസ്താദുമാർക്ക് വേണ്ടിയും നമുക്കിങ്ങനെയൊക്കെ കൂടാൻ കാരണക്കാരനാണ് നമ്മുടെ വല്യുപ്പയായ ബഹുമാനപ്പെട്ട ബരക്കൽ ബഅലവി മുല്ലക്കോയ തങ്ങൾ റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ അടക്കമുള്ള ഇക്കാലം വരെയുള്ള ആളുകളാണ്. ഇതിനേക്കാൾ വലിയ പുരുഷാരത്തിന്റെ മുകളിൽ ആൺകുട്ടിയെ പോലെ ചീറി നിന്നിട്ട് മിനിറ്റുകൾ കൊണ്ട്, മണിക്കൂറുകളും ദിവസങ്ങളും പറയേണ്ട വിഷയം മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞു തീർത്ത് ആണായി ഇറങ്ങിപ്പോന്ന നമ്മുടെയൊക്കെ കാലഘട്ടത്തിന്റെ രാജകുമാരൻ ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് ചെയ്യട്ടെ, മർഹമത്ത് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും അവരെ മറക്കരുത്. റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനല്ലദീന സബഖുനാ ബിൽ ഈമാൻ എന്ന ആയത്ത് നിങ്ങളുടെ മുന്നിൽ വീണ്ടും സമർപ്പിച്ച് അല്ലാഹു ഇനിയും കണ്ടുമുട്ടാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.